ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആയിട്ടാണ്. ഇത് കഴിക്കാനായിട്ട് കറികളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടാവും. ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്പും റാഗിപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി നനച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടി ഒന്ന് നനച്ചെടുക്കണം. ഈ പൊടി നനച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കൂടിപ്പോയാൽ പൊടി അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ ഓരോ പൊടിക്കും വേണ്ട വെള്ളത്തിന്റെ അളവിൽ നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുത്ത് നനച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് കിട്ടുകയും വേണം. അങ്ങ് പൊടിച്ചിടുമ്പോൾ അങ്ങ് ഈസി ആയിട്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ആ ഒരു രീതിയിൽ വേണം ഇത് നനച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ പൊടി നനച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും വേണ്ടി വന്നില്ല. 2 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഈ പൊടി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. റാഗിപ്പൊടിയിലോട്ട് ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതിന്റെ കട്ടയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് ആണ്. 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും തേങ്ങയും പിന്നെ റാഗിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. റാഗിയുടെ കൂടെ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ പുട്ടുകുറ്റിയിലൊന്നുമല്ല ഇത് ആവിയേറ്റി എടുക്കുന്നത്. ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവി വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച പുട്ടിൻ്റെ പൊടി ഈ സ്റ്റീമറിലോട്ട് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറക്കുകയാണ്. പുട്ടെല്ലാം നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കറികൾ കൂട്ടിയിട്ട് കഴിക്കാം. കുട്ടികൾക്ക് സാധാരണ റാഗി പുട്ടൊക്കെ കഴിക്കാനായിട്ട് മടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെയും ശർക്കരയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റാഗി പുട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂണിന്റെ പകുതി കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 2-3 കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ക്യാരറ്റ് ആണ്. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ചെറിയുള്ളി എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ ക്യാരറ്റും ചെറിയുള്ളി എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ചെറിയുള്ളി ചേർത്തതിന് പകരമായിട്ട് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇത് ചൂടാറാനായിട്ട് വെക്കാം.
ഇനി നമ്മൾ നേരത്തെ നനച്ചെടുത്ത പോലെ 1/2 കപ്പ് പുട്ടുപൊടി നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ഒക്കെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല, ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മിക്സ് ചെയ്തെടുത്ത പുട്ടുപൊടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ടിൻ്റെ 2 റെസിപ്പീസാണ്. ഇത് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്